ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ടൊരു കറിയാണ്. നമ്മൾ ചോറിലേക്കൊക്കെ ഒഴിച്ചു കൂട്ടി കൂട്ടാനുള്ളൊരു കറിയാണ്. നല്ല രുചികരമായ കറിയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു കറിയാണ്. ചോറിലേക്കൊക്കെ ഒഴിച്ചു കൂട്ടി കഴിക്കാൻ നല്ല കറിയാണ്. ആ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, ഒരു മാങ്ങ അങ്ങനെ ഞാൻ നീളത്തിലാണ് നുറുക്കിയെടുക്കുന്നത്. ഒരു മാങ്ങ തോല് കനം കുറഞ്ഞ തോലായാലും തോല് കളയേണ്ട ആവശ്യമില്ല. കട്ടിയുള്ള തോലൊക്കെ വെച്ചെങ്കിൽ കളയണം. ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചതുരം പോലെ നുറുക്കി വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അങ്ങനെ നീളത്തിലാണ് ഇട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചതുരമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തുള്ളത്. ആ മാങ്ങയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അത് കുറച്ച് മഞ്ഞൾപ്പൊടി തേങ്ങയിലിട്ട് അരച്ചാലും മതി. ഇതിൽ കൂട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ തേങ്ങയിലേക്ക് ഇടുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കടുക്, ചെറിയ ജീരകം, നല്ല ജീരകം, കുറച്ച് വേപ്പില, 4 പച്ചമുളക്, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി, പിന്നെ 2 വറ്റൽമുളക്, കടുകും കൂടിയിട്ടാണ് വറുത്തിടുന്നത്. അപ്പോൾ അതിലേക്കൊരു അരക്കപ്പ് തേങ്ങ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പച്ചമുളക് 2 പച്ചമുളക് ഞാൻ ഇതിലേക്ക് കീറിയിടുന്നുണ്ട്. മുളകും പൊടിയുടെ ആവശ്യമില്ല. പച്ചമുളക് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്. 2 പച്ചമുളക് എരിഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ്. നമുക്ക് എന്നിട്ട് അത് അടുപ്പത്ത് വയ്ക്കാൻ നോക്കാം. ചോറിലേക്കൊക്കെ നല്ല രുചിയുള്ള കറിയാണ്. അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട. കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് ബാക്കി കാണിക്കാം. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, 2-3 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുകും ഇട്ട് നമുക്കത് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ നല്ലവണ്ണം അരയ്ക്കുക. 2 പച്ചമുളക് ഇടണം. എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടണം. ഞാൻ 2 ചേർക്കണത്. അതും കൂടി ഒന്ന് അരച്ച് വരട്ടെ. മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്തുടയാൻ പാടില്ല. അപ്പോൾ നമുക്ക് എനിക്ക് തേങ്ങ കൂട്ടാം. തേങ്ങ അരച്ചത് എനിക്ക് വയ്ക്കാം. അധികം കട്ടയായിട്ട് അങ്ങനെ കട്ടിയിലാക്കുന്നവർക്ക് കട്ടിയിലാക്കാം. ഞാൻ ഇപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കാം. തല വന്നാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നമുക്കത് മാങ്ങക്കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മാങ്ങക്കൂട്ടാനാണ്. ചോറ് നല്ല രുചിയുള്ളതാണ്. നിങ്ങൾ ചോറിലേക്കൊക്കെ കൂട്ടാൻ നല്ലതാണ്. നമുക്ക് ഇനി ഇതിലേക്ക് വറുത്തിടാൻ നോക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക. അത് വെളിച്ചെണ്ണ മൂത്ത് വന്നു. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നു. നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വറുത്തിട്ട
കറിക്ക് നല്ല രുചി ആയിരിക്കും. ഒന്ന് മൂത്തിട്ട് നമുക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഉള്ളി ഒന്ന് മൂക്കട്ടെ. കറിവേപ്പില വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് വയ്ക്കാം. ഇത് നല്ലൊരു കറിയാണ്. ചോറിലേക്കൊക്കെ ഒഴിച്ച് കൂട്ടി കഴിക്കാൻ നല്ല കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള കറിയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം.